ഹായ് എവറിബഡി, സെക്കൻഡ് സെം ബി കോമുകാരുടെ മേ ചാഹത്തി ഹൂം എന്ന കവിതയാണ് ഈ ക്ലാസ്സിൽ പരിചയപ്പെടാൻ പോകുന്നത്. നിർമ്മല പുത്തുലാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കവിയത്രിയെ പരിചയപ്പെടാം. അവർ ജനിച്ചിരിക്കുന്നത് 6 മാർച്ച് 1972 നിർമ്മല പുത്തുൽ. പ്രമുഖമായിട്ടുള്ള രചനകളാണ് അപ്നെ ഘർ കി തലാഷ് മേ, നഗാഡെ കി തറ, ബജ്തേ ശബ്ദ്, ബേഘർ സപ്നെ. കവിയത്രി പെട്ടെന്ന് തന്നെ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം നഴ്സിങ്ങിൻ്റെ കോഴ്സ് ചെയ്യുകയും പിന്നീടാണ് അവർ എഴുത്തെന്ന ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ആദിവാസി വിഭാഗത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരു സ്ത്രീ എഴുത്തുകാരി എന്ന രീതിയിൽ വളരെയധികം ശ്രദ്ധ നേടിയ ഒരു ആളാണ് നിർമ്മല പുത്തുൽ. അപ്പോൾ ഈ കവിത അവർ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് ഒരു പ്രചോദനമാവണം അവരുടെ വാക്കുകൾ എന്ന രീതിയിലാണ് അവർ കവിത എഴുതിയിരുന്നത്. ഇതും ആ ഒരു രീതിയിലുള്ള കവിത തന്നെയാണ്. ഒരുപാട് പുരസ്കാരങ്ങൾ അവരെ തേടിയെത്തിയിട്ടുണ്ട്. അതിലെ ചിലതാണ് സാഹിത്യ സമ്മാൻ, ഭാരതീയ ഭാഷാ പരിഷത്ത് കെ രാഷ്ട്രീയ യുവ സമ്മാൻ, ബനാറസി പ്രസാദ് ഭോജ്പുരി സമ്മാൻ, അതുപോലെ ഒരുപാട് ഫെലോഷിപ്പും കിട്ടിയിട്ടുണ്ട്. ഇവർ ഈ കവിതകളെല്ലാം എഴുതുന്നത് ആൾക്കാർക്ക് ഒരു ഇൻഫ്ലുവൻസിന് വേണ്ടിയിട്ടാണ്. കവിയത്രി കവിതയെ കാവ്യാത്മകമായിട്ട് മാത്രം കാണരുത്. ആൾക്കാരിൽ സ്വാധീനം ചെലുത്താൻ കവിതയ്ക്ക് പറ്റണം. അതായത് ആ വാക്കുകൾക്ക് ആൾക്കാരെ കയ്യിലെടുക്കാൻ പറ്റണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് സ്വാധീനം ചെലുത്താൻ പറ്റണം എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇതിൽ കുറേ വലിയ ആൾക്കാരുടെ, അതായത് സന്താലി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ, അതായത് സന്താൾ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ, അത് ട്രൈബ്സാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ്. അതിൽപ്പെട്ട ലീഡേഴ്സ്, സന്താലി റിവോൾട്ട് എന്ന് പറഞ്ഞിട്ട്, സന്താൾ റിവോൾട്ട് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ഉണ്ടായിരുന്നു. അതിലെ മെയിനായിട്ടുള്ള ലീഡേഴ്സായിട്ടുള്ള സിദോ കാനോ, ബിർസ മുണ്ട, അതുപോലെ തന്നെ തിലക മാഞ്ചി എല്ലാം സാംസ്കാരിക നായകന്മാർ, ലീഡേഴ്സായിരുന്നു. അപ്പോൾ അവരെ പരാമർശിച്ചിട്ടുണ്ട് ഈ കവിതയിൽ. അവരെ പോലെ ആവണം ഇന്നത്തെ കാലത്തെ ആൾക്കാർ. അപ്പോൾ ഈ ആൾക്കാരിൽ നിന്ന് അങ്ങനത്തെ ലീഡേഴ്സ് ഉണരണം എന്നാണ് കവിയത്രി ആഗ്രഹിക്കുന്നത്. അങ്ങനത്തെ പല ഹിന്റുകളും കവിയത്രി ഈ കവിതയുടെ വരികളിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കവിതയിലേക്ക് കിടക്കാം. मैं नहीं चाहती तुम कविता मानो इसे, कवियों के लिस्ट में नहीं चाहती मैं दर्ज कराना अपना नाम, खड़ी नहीं होना चाहती उस पंक्ति में. അതായത് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് കവിയത്രി പറയുന്നത്. എന്താണ് ആഗ്രഹിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കവിതയെ കവിതയായിട്ട് കണക്കാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് കവിയത്രി പറയുന്നത്. കവികളുടെ പട്ടികയിൽ എന്നെ രേഖപ്പെടുത്താൻ, എൻ്റെ പേര് രേഖപ്പെടുത്താനും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ആ വാക്കുകളിൽ പറയുന്നത്. ഖടി നഹി ഹോനാ ചാഹത്തി ഉസ് പങ്ക്തി മേ, കവികളുടെ ലിസ്റ്റിൽ എൻ്റെ പേര് രേഖപ്പെടുത്താനോ ആ വരിയിൽ നിൽക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് കവിയത്രി ഈ വാക്കുകളിൽ പറയുന്നത്. യഹ് ബി നഹി ചാഹത്തി കി ഇസ് പർ തിർക്കെ കിസി കെ പാവ്, വിരഹ ഗീത് കി തർഹ കോയി ഗായെ ഇസെ നഹി ചാഹത്തി മേ. അതായത് ഈ കവിത കാവ്യാത്മകമായിട്ടുള്ള രീതിയിലോ അല്ലെങ്കിൽ പാട്ട് പാടി അതിൽ നൃത്തം ചെയ്യുന്ന രീതിയിലോ ആവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് കവിയത്രി പറയുന്നത്. ഒരു വിരഹഗാനമായിട്ട് പോലും ആരും ഇതിനെ പാടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് കവിയത്രി പറയുന്നുണ്ട്, പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് കേട്ടോ. മേ ചാഹത്തി ഹൂँ മേരെ ശബ്ദ് കി ജമീൻ സെ ഉഗേ കൈ കൈ ബിർസ മുണ്ട. എന്ന് വെച്ചാൽ ഈ ശബ്ദങ്ങളുടെ, അതായത് ഈ വാക്കുകളുടെ, ശബ്ദം വെച്ചാൽ ഇവിടെ വാക്കാണ് ഉദ്ദേശിക്കുന്നത്, ഈ വാക്കുകളാകുന്ന ഭൂമിയിൽ നിന്ന് ഒരുപാട് ബിർസ മുണ്ടകൾ വളരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ബിർസ മുണ്ട ഇപ്പോൾ ഞാൻ പറഞ്ഞു സാന്താൾ റിവോൾട്ടിലെ മെയിനായിട്ടുള്ള ഒരു ലീഡറായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ലീഡേഴ്സ് ആൾക്കാരിൽ നിന്ന് ഉണരണമെന്നാണ് കവിയത്രി ആഗ്രഹിക്കുന്നത്. ഓക്കെ. അപ്നെ ആസ് പാസ് തൻകർ ഖടേ താഡ് ഖജൂർ കെ പേടോ കോ സിദോ കാനോ മേ ബദൽത്തെ ദേഖ്നാ ചാഹത്തി ഹൂം മേ. എനിക്ക് ചുറ്റും ഉയരമുള്ള ഈന്തപ്പനകളുണ്ട് എന്നാണ് കവിയത്രി പറയുന്നത്. അപ്പോൾ ഈന്തപ്പനകൾ ഉണ്ടെങ്കിൽ ആ ഈന്തപ്പനകൾ, അതായത് അത്രയും വലിയ ആൾക്കാർ, അല്ലെങ്കിൽ നല്ല ഹൈറ്റും വെയിറ്റും ആയിട്ടുള്ള ആൾക്കാരെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, നല്ല ഫിസിക്കുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് എന്തും ഫൈറ്റ് ചെയ്യാനും നേരിടാനും സാധിക്കുമെന്നാണ് കവിയത്രി ഇവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരിൽ നിന്ന് സിദോ കാനോ പറഞ്ഞാൽ തന്നെ ആ ലീഡറാണ്, സാന്താൾ റിവോൾട്ടിലെ ലീഡേഴ്സാണ്. അവരെ പോലത്തെ ആൾക്കാർ ഉണർന്ന് വരണം. ഈ ചൂഷണങ്ങൾ, അതായത് ഈ ട്രൈബൽ കമ്മ്യൂണിറ്റി നേരിടുന്ന ചൂഷണങ്ങളെയും എക്സ്പ്ലോയിറ്റേഷനുകളെയും തടയാൻ വേണ്ടി ഇങ്ങനത്തെ ലീഡേഴ്സ് ആൾക്കാരിൽ നിന്ന് ഉയർന്നു വരണമെന്നാണ് കവിയത്രി ആഗ്രഹിക്കുന്നത്. देखना चाहती हूँ मौन समाधि लिए बैठे पहाड़ का सीना चीर कर തിലക മാഞ്ചി കോ നിക്കൽത്തെ. അതായത് നിശബ്ദമായിട്ട് ഇരിക്കുന്ന വലിയ മലയുടെ നെഞ്ച് കീറിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തിലക മാഞ്ചി അതേപോലത്തെ ഒരു ലീഡറാണ്. അങ്ങനത്തെ തിലക മാഞ്ചികൾ ഉണർന്നു വരുന്നതായിട്ട് കാണണം എനിക്ക്. അതിനായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. പഹാഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാണ്. അപ്പോൾ ഈ മല എങ്ങനെയായിരിക്കും? വളരെ നിശബ്ദമായിട്ട് മയക്കത്തിൽ ഇരിക്കുന്നത് പോലെ ഇരിക്കുന്നു എന്നാണ് അവിടെ കവിയത്രി പറയുന്നത്. മൗൻ സമാധി എന്ന് പറഞ്ഞാൽ മിണ്ടാതെ നിശബ്ദമായിട്ട് ഇരിക്കുന്ന. അപ്പം അങ്ങനത്തെ മലയുടെ നെഞ്ച് പിളർന്ന് ഉള്ളിൽ നിന്ന് തിലക മാഞ്ചി വെളിയിൽ വരുന്ന രീതിയിൽ ആൾക്കാരെ കാണാനാണ് കവിയത്രി ആഗ്രഹിക്കുന്നത്. കുൽഹാടി കെ ബോഥരി ധാർ കോ പി ജാത്തെ ദേഖ്നാ ചാഹത്തി ഹൂँ मैं, अपने शब्दों को और धनुष की तनी डोर पर तीर की तरह तन देखना चाहती हूँ अपना कोई वाक्य. അതായത് കുൽഹാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കോടാലിയാണ്.
കോടാലിയുടെ മൂർച്ചയേറിയ വായ്ത്തല കൊണ്ട് എൻ്റെ വാക്കുകൾ ചതഞ്ഞറിയുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. വില്ലിൻ്റെ മുറുക്കിയ ചെരടിൽ അമ്പ് പോലെ എൻ്റെ ഏതെങ്കിലും വാചകം നീട്ടുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് കവിയത്രി പറയുന്നത്. ഓക്കെ. मैं चाहती हूँ मेरे किसी वाक्य से तिल मिलाकर पुनर्जीवित हो उठे चौक पर पथराया सिदो कान्हू और तिलका को देने तने धनुष से बरसने लगे बाण. ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഏതെങ്കിലും വാചകം ആരെങ്കിലും സ്പർശിക്കുമെന്നാണ്. അതായത് ആർക്കെങ്കിലും കൊള്ളും എൻ്റെ വാചകങ്ങൾ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവർ ഞെട്ടി ഉണരണം, ഈ ഒരു നിദ്രയിൽ നിന്ന് അവർ ഞെട്ടി ഉണരണം എന്നാണ് പറയുന്നത്. എങ്ങനെ ഞെട്ടി ഉണരണം? സിദോ കാനുവിനെ പോലെ ആയി മാറണം ഞെട്ടി ഉണർന്നിട്ട് എന്നാണ് പറയുന്നത്. ഓക്കെ. ചോക്ക് പർ പത്രായ സിദോ കാനു. ചോക്ക് എന്ന് വെച്ചാൽ ജംഗ്ഷനാണ്. അവിടെ സ്റ്റോൺ പോലെ ഇരിക്കുന്ന എൻ്റെ വാക്യങ്ങൾ കൊണ്ട് ആരെങ്കിലും ഇൻസ്പയർ ആയിട്ട് സിദോ കാനുവിനെ പോലെ ആവണം. ഇപ്പോൾ ആൾക്കാർ എല്ലാവരും സ്റ്റോണിനെ പോലെ അല്ലെങ്കിൽ ഒരു കല്ലിനെ പോലെ ആയിട്ട് ഇരിക്കുകയാണ്. അതായത് അവർ തിരിച്ച് റിവോൾട്ട് ചെയ്യുന്നില്ല, ഒന്നിനെയും എഗൻസ്റ്റ് ആയിട്ടൊന്നും പറയുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ ആദിവാസികൾ ചൂഷണം നേരിട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ കല്ല് പോലെ ആയിരിക്കുന്ന ഈ ജനതയുടെ ഇടയിൽ നിന്ന് സിദോ കാനുവിനെ പോലെ എല്ലാത്തിനെയും എതിർത്ത് മുന്നോട്ട് വരുന്ന ഒരു ലീഡർ വരണം ഇവരുടെ വാക്കുകളിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓർ തിലക കെ തനെ ധനുഷ് സേ ബരസ്നെ ലഗേ ബാൺ. അപ്പോൾ തിലക മാഞ്ചിയുടെ വില്ലിൽ നിന്ന് നിറയെ ബാണങ്ങൾ, അമ്പുകൾ വെളിയിലേക്ക് വരുന്നതായിട്ട് കാണാനും ഞാൻ ആഗ്രഹിക്കുന്നു. മേ ചാഹത്തി ഹൂँ ആँख रहते अंधे आदमी के आँख बने मेरे शब्द उनकी जुबान बने जो जुबान रहते गूंगे बने देख रहे हैं തമാശ. അതായത് ഞാൻ ആഗ്രഹിക്കുന്നത് കണ്ണുകളുണ്ട് എന്നാലും അന്ധനായിട്ടാണ് ആക്ട് ചെയ്യുന്നത്, അങ്ങനത്തെ ഒരാൾക്ക് കണ്ണുകളാവട്ടെ എൻ്റെ വാക്കുകൾ എന്നാണ് ആഗ്രഹിക്കുന്നത്. സംസാരിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ഉൻകി ജുബാൻ ബനെ, ജുബാൻ എന്ന് വെച്ചാൽ നാവാണ് ഉദ്ദേശിക്കുന്നത്. സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ മിണ്ടാതിരിക്കുന്ന ആൾക്കാരുടെ കാര്യമാണ് ഈ പറയുന്നത്. അതായത് സംസാരശേഷി ഉണ്ടായിട്ട് പോലും അവർ സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ ഒന്നിൻ്റെയും എതിരെ പോരാടുന്നില്ല എന്നാണ് ഇവിടെ കവിയത്രിയുടെ അമർഷമാണ് അവിടെ കാണുന്നത്. ഉൻകി ജുബാൻ ബനെ ജോ ജുബാൻ രഹത്തെ ഗൂംഗെ ബനെ ദേഖ് രഹേ ഹെ തമാശ. അതായത് അവർക്ക് നാവുണ്ട്, സംസാരിക്കാൻ പറ്റും, പക്ഷെ അവർ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് പോലും അവർ പോരാടുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല ഇപ്പോഴത്തെ സാഹചര്യങ്ങൾക്ക് എതിരായിട്ട് എന്നാണ് കവിയത്രി ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഗൂംഗ എന്ന് വെച്ചാൽ ഊമയാണ് കേട്ടോ. चाहती हूँ मैं नगाड़े की तरह बजे मेरे शब्द और निकल पड़े लोग अपने अपने घरों से सड़क पर. നഗാഡ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു താളവാദ്യമാണ്. അതായത് ഇന്ത്യൻ ഡ്രം എന്ന് പറയുന്ന താളവാദ്യമാണ്, ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. അതിൽ മുഴങ്ങുന്ന സൗണ്ടായിട്ടാണ് സ്വന്തം വാക്കുകളെ കവിയത്രി ഇവിടെ ഉപമിക്കുന്നത്. അതിൽ മുഴങ്ങുന്ന വലിയ സൗണ്ടോടുകൂടി മുഴങ്ങുന്ന മ്യൂസിക് പോലെയാണ് സ്വന്തം വാക്കുകളെ ഇവിടെ പറയുന്നത്. അത്രയും ഉറക്കെ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത് മുഴങ്ങണം എന്നാണ് കവിയത്രി ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അതായത് ഇവിടെ കവിയത്രി ആഗ്രഹിക്കുന്നത് കവിയത്രിയുടെ വാക്കുകൾ ശരിക്കും മുഴങ്ങണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓർ നിക്കൽ പടേ ലോഗ് അപ്നെ അപ്നെ ഘരോ സേ സടക് പർ. എന്നിട്ട് ആൾക്കാർ അവരുടെ വീടുകൾ വിട്ടിട്ട് തെരുവിലിറങ്ങണം, പോരാടണം. നേരിടുന്ന പലതരം സമൂഹത്തിലുണ്ടാവുന്ന തിന്മകളുണ്ട്, അതിനൊക്കെ എതിരായിട്ട് ഈ ആദിവാസി ജനത പോരാടണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. ഓക്കെ. സമൂഹത്തിലെ ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിവുള്ള വാക്കുകളാണ് കവിയത്രിയുടെ. അതിനോടൊപ്പം തന്നെ ആൾക്കാർ ഒരു പോരാട്ടത്തിലൂടെ സമൂഹത്തിൽ മാറ്റം കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് കവിയത്രി. സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഒരു ജനതയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കവിത എഴുതിയിരിക്കുന്നത് എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ കവിതയിൽ. ഇതിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ. എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്